അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന ഖുർആൻ പഠന സദസ്സിലാണ് അൽഹംദുലില്ലാ നമ്മൾ ഈ ഒരു സമയത്തുള്ളത്. പരിശുദ്ധ ഖുർആനിനെ പഠിക്കുക എന്നത് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. പല ആളുകളും പഠിക്കണം എന്നാഗ്രഹിച്ചിട്ടും പഠിക്കുവാനുള്ള സാഹചര്യങ്ങളും അതിനുവേണ്ട സംവിധാനങ്ങളും ഒത്തുവരാതെ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ യാത്രാ സന്ദർഭങ്ങളിൽ മറ്റു ഏത് സൗകര്യവേളകളുണ്ടോ അവിടെയെല്ലാം നമ്മുടെ മൊബൈൽ സ്ക്രീനിലൂടെ ഇത്തരം ഖുർആൻ ക്ലാസുകൾ ശ്രവിക്കുവാനും പഠിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഇത്തരം സദസ്സുകളെ, ഇത്തരം പഠന ക്ലാസുകളെല്ലാം ജീവിതത്തിൽ ഉപയോഗിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബാക്കളോട് പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തു, അള്ളാഹുവിന് മനുഷ്യരുടെ കൂട്ടത്തിൽ ചില അഹ്ലുകാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മനുഷ്യരെ അള്ളാഹുവിൻ്റെ ആളുകളായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, റസൂലെ മൻഹും, അവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലുൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ആളുകളാണ്. ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ ആളുകൾ എന്നാണ് അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ആളുകളാകാൻ തൗഫീക്ക് ലഭിച്ച ആളുകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഓരോരുത്തരും. അതുകൊണ്ട് കൂടുതൽ ശുക്ർ ചെയ്ത് കൂടുതൽ റബ്ബിൻ്റെ ഖുർആനിനോട് അടുക്കുവാനാണ് നമ്മൾ സമയം കാണേണ്ടത്. അതിന് എല്ലാവിധ തൗഫീക്കും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ നാം ഓരോരുത്തരും മനഃപ്പാഠമാക്കൽ നിർബന്ധവുമായ, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത നിർബന്ധ നമസ്കാരങ്ങളിൽ കുറഞ്ഞത് 17 തവണ നിർബന്ധമായും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഏത് മുസ്ലിമിനും അന്യമല്ലാത്ത ഒരു സൂറത്താണ് ഫാത്തിഹ സൂറത്ത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഫാത്തിഹ ഒരു ദിവസത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ 17 തവണ നമ്മൾ പാരായണം ചെയ്യുന്നു. അതിനു പുറമെ റവാത്തിബ് നമസ്കാരങ്ങളിലും അതല്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളിലുമെല്ലാം, അതല്ലാതെ ദിക്റുകളിലും മറ്റു പ്രാർത്ഥനകളിലുമൊക്കെയായി ധാരാളം തവണ പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുന്നവരാണ്, അത് നമ്മൾ ഉച്ചരിക്കുന്നവരാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ ഒരു ഫാത്തിഹയെ അടുത്തറിയുവാൻ, സൂറത്തുൽ ഫാത്തിഹയെ പഠിക്കുവാൻ, ആ ഫാത്തിഹ സൂറത്തിലെ 7 ആയത്തുകളെ അർത്ഥമറിഞ്ഞ് അതിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളുവാൻ നമുക്കെത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ആ രംഗത്ത് പലരും പുറകിലാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ സ്വീകരിക്കേണ്ട, അവൻ പഠിച്ചു വെക്കേണ്ട ഈ സൂറത്തിൻ്റെ വിശദീകരണമാണ് ഇൻഷാ അള്ളാഹ് ഖുർആൻ പഠന സംവിധാനത്തിലൂടെ, ഈ സദസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണാർത്ഥത്തിൽ ഭംഗിയായി ഇതിനെ നമുക്ക് മനസ്സിലാക്കുവാനും അബദ്ധങ്ങളില്ലാത്ത രൂപത്തിൽ ഇതിനെ വിശദീകരിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ ഫളായിലുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസിയാണ്, നമുക്കറിയാം. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്നാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരതുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ഉണ്ടായിരുന്ന വേളയിൽ അദ്ദേഹം മഹാനായ അബൂ സഈദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു തആല അൻഹുവിനെ കാണുകയാണ്. അബൂ സഈദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു അൻഹു അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം നമസ്കാരത്തിലായതുകൊണ്ട് തന്നെ മറുപടി നൽകിയില്ല. നമസ്കാരം കഴിഞ്ഞപ്പോൾ അബൂ സഈദ് അൽ മുഅല്ല റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയും എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലെ, എന്തിനാണ് എന്നെ വിളിച്ചത്? ആ സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞു, നിന്നെ ഞാൻ വിളിച്ചപ്പോൾ എന്തുകൊണ്ട് നീ എനിക്ക് ഉത്തരം നൽകിയില്ല? സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയെ, ഞാൻ നമസ്കാരത്തിലായതുകൊണ്ടാണ് ഞാൻ ഉത്തരം തരാതിരുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയായ അബൂ സഈദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് നീ കേട്ടിട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ ഇദാ ദഅാകും ലിമാ യുഹീക്കും. നിങ്ങളെ അള്ളാഹുവും റസൂലും ക്ഷണിക്കുമ്പോൾ അതിന് നിങ്ങൾ ഉത്തരം കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലെ കൽപ്പന നീ കേട്ടിട്ടില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറയാൻ. എന്നുവെച്ചാൽ നബിയും അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏത് സമയത്ത് വിളിച്ചാലും അതിന് മറുപടി കൊടുക്കണം, അത് നമസ്കാരത്തിലാണെങ്കിൽ പോലും എന്ന് ആ സ്വഹാബിയെ ബോധ്യപ്പെടുത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഞാൻ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും നല്ല ഒരു സൂറത്തിനെ കുറിച്ച് പറഞ്ഞു തരാം. ഏറ്റവും ശ്രേഷ്ഠമായ അഅ്ളമു സൂറ, പരിശുദ്ധ ഖുർആനിലെ മഹത്തായ സൂറത്തിനെ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. നീ ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അതെന്നോട് ചോദിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഈദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയത്ത് മഹാനായ അബൂ സഈദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നുണ്ട്, റസൂലേ, താങ്കൾ എന്നോട് പറഞ്ഞിരുന്നല്ലോ ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആനിലെ അഅ്ളമു സൂറ, ഏറ്റവും മഹത്തായ സൂറത്ത് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിരുന്നില്ലേ? ഏതാണ് റസൂലെ ആ സൂറത്ത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹിയ അഅ്ളമു സൂറത്തിൻ ഫിൽ ഖുർആൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഥവാ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയാണ്, അതാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്ത്. ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അദീം, അതാണ് സബ്ഉൽ മസാനി, അതേപോലെ തന്നെ ഖുർആനുൽ അദീം. സൂറത്തുൽ ഫാത്തിഹയുടെ 2 പേരുകളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകൾ പഠിക്കും, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്തായി നമ്മെ പഠിപ്പിച്ച ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കിയ പോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും നല്ല സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ്. മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് നമസ്കാരം. പരിശുദ്ധ ഇസ്ലാമിലെ 2ാമത്തെ സ്തംഭമാണ് നമസ്കാരം എന്നുള്ളത്. ഷഹാദത്ത് കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തിൽ നിൽക്കുന്നതാണ് നമസ്കാരം എന്ന ആരാധന, ഇബാദത്ത്. ആ നമസ്കാരത്തിൽ ഒരു വിശ്വാസി നിർബന്ധമായും പാരായണം ചെയ്യേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നത്. അത് റുക്കനാണ്, നമസ്കാരത്തിലെ റുക്കനാണ് സൂറത്തുൽ ഫാത്തിഹ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹത്തുൽ കിതാബ് അഥവാ വേദഗ്രന്ഥത്തിൻ്റെ പ്രാരംഭം അഥവാ സൂറത്തുൽ ഫാത്തിഹ, അത് ഓതാത്തവന് നമസ്കാരമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലാ സ്വലാതൻ ലം യഖറ ഫീഹാ ബി ഉമ്മിൽ ഖുർആൻ ഫഹിയ ഖദാജുൻ ഫഹിയ ഖദാജുൻ ഫഹിയ ഖദാജുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഒരാൾ നമസ്കരിക്കുകയും ആ നമസ്കാരത്തിൽ ഉമ്മുൽ ഖുർആൻ അഥവാ സൂറത്തുൽ ഫാത്തിഹ ഓതാതിരിക്കുകയും ചെയ്താൽ അവൻ്റെ നമസ്കാരം ഖദാജാണ്, അഥവാ ഗൈറു തമാം, പൂർണ്ണമായിട്ടില്ല. നമസ്കാരം പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കാൻ അവന് പറ്റിയിട്ടില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മത്തിൻ്റെ റുക്കനായിക്കൊണ്ട്
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിനേറെ ശ്രേഷ്ഠതയുണ്ട് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഫാത്തിഹ എന്നത് റബ്ബുമായിട്ടുള്ളൊരു സംഭാഷണമാണ്. നമസ്കാരത്തിൽ നമ്മൾ കൈകെട്ടിക്കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ ദീർഘമായൊരു ഹദീസാണ്, മുഴുവനായി ഞാൻ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൽ ഓതുമ്പോൾ അവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിയാൽ അള്ളാഹു പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ-റഹ്മാനി റഹീം എന്നവൻ ഓതിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകും നമുക്ക്, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ വാഴ്ത്തി പറഞ്ഞിരിക്കുന്നു, പുകഴ്ത്തിയിരിക്കുന്നു. അർ-റഹ്മാനി റഹീം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക. മാലിക്കി യൗമിദ്ദീൻ എന്ന് നമ്മൾ ഓതുന്ന സമയത്ത് അള്ളാഹു അവിടുന്ന് നമുക്ക് മറുപടി നൽകും, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, തംജീദ് ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു അടിമയെങ്ങാനും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഓതുന്ന സമയത്ത് അള്ളാഹ് പറയും, ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് എനിക്കും എൻ്റെ അടിമക്കുമിടയിലുള്ള ഒരു കരാറാണ്. വലി അബ്ദി മാ സഅൽ, ഇനി എൻ്റെ അടിമ എന്നോട് എന്ത് ചോദിച്ചാലും അതവന് നൽകും. ആ സമയത്താണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു പറയുമെന്നാണ്, ഹാദാ ലി അബ്ദി, ഇതെൻ്റെ അടിമക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ നമസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മോട് തിരിച്ച് റീപ്ലേ അല്ലേ, നമ്മോട് തിരിച്ചു മറുപടി നൽകുന്നുണ്ട് എന്നാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഫാത്തിഹയുടെ ശ്രേഷ്ഠത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു ശ്രേഷ്ഠതയാണ്, പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ ആയത്ത് വിശുദ്ധ ഖുർആനിലെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്താണ്, നമുക്കറിയാവുന്നതാണ്. അവസാനമായി ഇറങ്ങിയ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് എന്ന് തുടങ്ങുന്ന ആയത്താണ്. എന്നാൽ വിശുദ്ധ ഖുർആനിലെ സമ്പൂർണമായി ഇറങ്ങിയ ഒരു അധ്യായം, വിശുദ്ധ ഖുർആനിൽ പൂർണ്ണമായി ഇറങ്ങിയ ഒരു അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണ് ആദ്യമായി ഇറങ്ങിയത് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുന്ന വേളയിൽ ആകാശത്തിലെ ഒരു കവാടം തുറക്കുകയുണ്ടായി. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ നബിയും ജിബ്രീൽ അലൈഹിസ്സലാമയും രണ്ടുപേരും ആകാശത്തേക്ക് തല ഉയർത്തി. ആ സമയത്ത് ആകാശത്തിൻ്റെ ഒരു കവാടം തുറന്നിട്ടിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് പറഞ്ഞു കൊടുത്തു, ഈ വാതിൽ ഇന്നുവരെ തുറന്നിട്ടില്ല, ഇനി തുറക്കുകയുമില്ല. ആകാശത്തിൻ്റെ ഒരു കവാടം തുറന്നിട്ടിരിക്കുകയാണ്. ആ വാതിൽ ഇന്നുവരെ, ഈ സമയം വരെയും അത് തുറന്നിട്ടില്ല, ഇനി അന്ത്യനാൾ വരെയും അത് തുറക്കുകയുമില്ല. അങ്ങനെ ആ വാതിലിനുള്ളിലൂടെ ഒരു മലക്ക് ഇറങ്ങി വരികയാണ്. ആ മലക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലോട് പറഞ്ഞു, ഈ മലക്ക് ഇന്നുവരെ ദുനിയാവിലേക്ക് വന്നിട്ടില്ല, ഇനി ഒരിക്കലും വരികയുമില്ല. അപ്പോൾ ഒരു പ്രത്യേകമായ എന്തോ ഒരു വലിയ സംഗതിയെ അറിയിക്കാൻ വേണ്ടി, എന്തോ ഒരു വലിയ കാര്യം അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ആകാശത്തിന് ഒരു കവാടം തയ്യാറാക്കുന്നു. മാത്രമല്ല, ഒരു മലക്കിനെ പ്രത്യേകമായി അതിനുവേണ്ടി ഭൂമി ലോകത്തേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നു. അങ്ങനെ ആ മലക്ക് വന്ന് സലാം പറയുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അബ്ശിർ ബിനൂറൈൻ, 2 പ്രകാശം കൊണ്ട് നീ സന്തോഷിക്കുക, 2 പ്രകാശം കൊണ്ട് നീ സന്തോഷിക്കുക. ലം യുഅ്തഹുമാ നബിയ്യുൻ ഖബ്ലക, നിനക്ക് മുമ്പ് ഒരു പ്രവാചകനും ആ 2 വെളിച്ചങ്ങൾ, ആ 2 പ്രകാശങ്ങൾ നൽകിയിട്ടില്ല. എന്നിട്ട് ഏതാണ് ആ 2 പ്രകാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഫാത്തിഹത്തുൽ കിതാബ് വ ഖവാതിമ സൂറത്തുൽ ബഖറ. ഫാത്തിഹത്തുൽ കിതാബ്, വേദഗ്രന്ഥത്തിൻ്റെ പ്രാരംഭം അഥവാ സൂറത്തുൽ ഫാത്തിഹയും അതോടൊപ്പം തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗമായ ആമനർ റസൂൽ എന്ന ഭാഗവുമാണ് 2 വെളിച്ചങ്ങൾ, 2 പ്രകാശങ്ങൾ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മലക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ സൂറത്തുൽ ഫാത്തിഹ
ആ മലക്ക് കൊണ്ടുവന്നതല്ല, മറിച്ച് സൂറത്തുൽ ഫാത്തിഹ കൊണ്ടുവന്നത് ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ്. പക്ഷേ എന്തിനാണ് ഈ മലക്ക് വന്നത്? ഈ സൂറത്തുൽ ഫാത്തിഹയുടെയും അതേപോലെ തന്നെ ആമന റസൂലിൻ്റെയും ശ്രേഷ്ഠതയെ, അതിൻ്റെ ഫളിലിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം ആ മലക്കിനെ പറഞ്ഞയച്ചത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ധാരാളക്കണക്കിന് ശ്രേഷ്ഠതകൾ സൂറത്തുൽ ഫാത്തിഹയുടെ നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് ഫാത്തിഹ എന്ന ഈ സൂറത്ത് അത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹനീയമായ അധ്യായമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പ്രത്യേകമായി നമ്മളോട് പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു അധ്യായമാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. ഇൻഷാ അള്ളാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് നല്ല അവഗാഹം നേടി നല്ല ആഴത്തിൽ പഠിക്കുവാനുള്ള, വിശദമായ കാര്യങ്ങളെ വിവരിച്ചറിയുവാനുള്ള തൗഫീഖിനെ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം വലിയൊരു നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് പരലോകത്ത് സ്വർഗത്തിൽ, അവൻ്റെ ഉന്നതമായ സ്വർഗത്തിൻ്റെ ദർജയിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.